ലക്ഷദ്വീപിൻ്റെ സുൽത്താൻ മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വിവരണം ഭാഗം 2. പഞ്ഞിയിലെ തീക്കനലുകൾ. രാജാവിനൊരു അത്ഭുത സമ്മാനം അദ്ദേഹം കൊടുത്തയച്ചു. തീക്കനലുകൾ പഞ്ഞിയിൽ വെച്ച് തുണി കൊണ്ട് പൊതിഞ്ഞ് പെട്ടിയിലാക്കിയാണ് കൊട്ടാരത്തിലേക്ക് കൊടുത്തയച്ചത്. കടൽ കടന്ന് കണ്ണൂരിലെത്തി പള്ളിയിൽ താമസിക്കുന്ന ഷെയ്ഖിൻ്റെ സമ്മാനപ്പൊതി ആകാംക്ഷയോടെ തുറന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. എരിയുന്ന തീക്കനലാണെങ്കിലും പഞ്ഞിയോ തുണിയോ കത്തുന്നില്ല. ഇത് കണ്ട് സുൽത്താൻ ഷെയ്ഖിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും പള്ളിയിലെത്തി മഹാനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. സുൽത്താൻ്റെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം സ്വീകരിച്ച ഷെയ്ഖ് അവറുകൾ ആദിരാജ അനുവദിച്ച വീട്ടിൽ താമസമാക്കി. രാജമന്ദിരത്തിനടുത്തുള്ള പാലമാടം മാളിക വീടായിരുന്നു ഇത്. കണ്ണൂരിൽ നിന്ന് കൽപ്പേനിയിലെ തീയണച്ച അത്ഭുതവും ഇതിനിടെ ഉണ്ടായി. നിസ്കാരവും ഭക്ഷണവും സുൽത്താനും ഷെയ്ഖ് അവറുകളും ഒന്നിച്ചായിരുന്നു. ഒരിക്കൽ വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്പം വെള്ളമെടുത്ത് 3 തവണയായി മുകളിലേക്ക് ഒഴിച്ചു. ഇത് കണ്ട് രാജാവ് കാര്യം തിരക്കി. അദ്ദേഹം പറഞ്ഞു, ദ്വീപിൽ ഒരു ഭവനത്തിന് തീ പിടിച്ചിട്ടുണ്ട്, അത് അണക്കുകയായിരുന്നു. 100 കണക്കിന് നാഴിക അകലെയുള്ള ദ്വീപിലെ തീയണക്കാൻ കണ്ണൂരിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് വിസ്മയകരമാണല്ലോ. രാജാവ് ആ തീയതി കുറിച്ചു വെച്ചു. അല്പനാളുകൾക്ക് ശേഷം കൽപ്പേനിയിൽ നിന്ന് കുറച്ചാളുകൾ കണ്ണൂരിലെത്തി. കച്ചവട ചരക്കുമായി വന്ന അവർ പാരിതോഷികങ്ങളുമായി രാജഭവനിലും എത്തി. ദ്വീപിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൽപ്പേനി ദ്വീപിലെ അറക്കൽ കാര്യാലയത്തിൽ തീപിടുത്തമുണ്ടായതും പൊടുന്നനെ തെളിഞ്ഞ ആകാശത്തു നിന്ന് 3 മേഘത്തുണ്ടുകളെത്തി അവിടെ മാത്രം മഴ പെയ്തതും തീയണഞ്ഞ് അപകടമൊഴിവായതും അവരറിയിച്ചു. സുൽത്താൻ പരിശോധിച്ചപ്പോൾ യാത്രികർ പറഞ്ഞ അത്ഭുതം നടന്നതും ഇവിടെ നിന്ന് ഷെയ്ഖ് വെള്ളം കുടഞ്ഞ തീയതിയും ഒന്നായിരുന്നു. അതോടെ സുൽത്താന് വലിയ സന്തോഷമായി. ദ്വീപിലെ തൻ്റെ അധികാര കേന്ദ്രം സുരക്ഷിതമായതോടൊപ്പം നാട്ടുകാരും രക്ഷപ്പെട്ടല്ലോ. അതോടെ രാജാവിന് ഖാസിം റളിയല്ലാഹുവിനോടുള്ള മതിപ്പും ആദരവും വീണ്ടും വർദ്ധിച്ചു. ഉടനെ തന്നെ ഖാസിം റളിയല്ലാഹുവിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അറക്കൽ ആദിരാജ സുൽത്താൻ മുഹമ്മദ് അലി സഹോദരി ഉമ്മുഹാനിയും വലിയുല്ലാഹിയുമായി ഉടമ്പടി ചെയ്തു. ഈ വാർത്ത നാട്ടിൽ പരന്നതോടെ അറിഞ്ഞവർ മഹാനുഭാവനെ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു. ദ്വീപിലേക്ക് അറക്കൽ രാജഭവനത്തിനടുത്ത് കഴിയുന്നതുകൊണ്ട് ദ്വീപിലെ അറക്കൽ രാജവംശത്തിൻ്റെ അധികാര പ്രദേശത്തു നിന്നെത്തുന്നവരുമായി ബന്ധപ്പെടാൻ വലിയുല്ലാഹിക്ക് അവസരമുണ്ടായി. ദ്വീപ് ജനതയെ ആത്മീയമായി സംസ്കരിക്കുകയും മതപരമായി സമുദ്ധരിക്കുകയും ചെയ്യേണ്ട ആവശ്യകത ആ പ്രബോധകന് കൂടുതൽ ബോധ്യമായി. തൻ്റെ ഭരണപ്രദേശം മതപരമായി മെച്ചപ്പെട്ടതാവണം എന്ന് രാജാവിനും താൽപ്പര്യമുണ്ടായിരുന്നു. രാജാവിൻ്റെ കൂടി താൽപ്പര്യം കണക്കിലെടുത്ത് ഷെയ്ഖ് കൽപ്പേനി ദ്വീപിലേക്ക് പോകാൻ ഉറച്ചു. നാട്ടുകാരും രാജകുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. കൽപ്പേനിയിലേക്ക് സുൽത്താൻ്റെ സന്ദേശം പോയി. ദ്വീപ് സമൂഹത്തിൽ മതപ്രബോധനത്തിനും ആത്മീയ നേതൃത്വം നൽകുന്നതിനും സയ്യിദ് മുഹമ്മദ് ഖാസിം റളിയല്ലാഹു എന്ന മഹാൻ വരുന്നുണ്ടെന്നും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുമായിരുന്നു ഉത്തരവ്. കൽപ്പേനി ദ്വീപിലെ രാജപ്രതിനിധികൾ ദ്വീപിലെത്തിയ ഷെയ്ഖ് അവറുകളെ ആദരപൂർവ്വം സ്വീകരിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഹുജ്റത്ത് പള്ളി എന്ന പേരിൽ ഒരു കേന്ദ്രം പണികഴിപ്പിച്ച് സംസ്കരണ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മഹാൻ ചുക്കാൻ പിടിച്ചു. ജനങ്ങളുടെ വീഴ്ചകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് നയിച്ചു. അവരിൽ ഇലാഹി ഭക്തിയും വിശ്വാസദാർഢ്യവും രൂഢമാക്കി. അല്പകാലം കഴിഞ്ഞ് കൽപ്പേനി പള്ളിയിൽ പ്രതിനിധിയെ നിശ്ചയിച്ച് അദ്ദേഹം കവരത്തിയിലേക്ക് പോയി. കവരത്തിക്കാർ ഷെയ്ഖ് അവറുകളെ ആദര പുരസ്സരം സ്വീകരിച്ചു. ഉപദേശങ്ങൾ കേൾക്കാനും അനുഗ്രഹങ്ങൾ നേടാനും ആഗ്രഹങ്ങൾ സഫലമാകാനും മഹാനവറുകളെ നിരന്തരം സമീപിച്ചുകൊണ്ടിരുന്നു. അവിടെയും ഒരു പള്ളി നിർമ്മിച്ചു. ഹുജ്റത്ത് പള്ളി എന്നാണ് ഇതും അറിയപ്പെടുന്നത്. മനോഹരമായ നിർമ്മിതിയാണിത്. തുടർന്ന് അഗത്തി, ആന്ത്രോത്ത്, കിൽത്താൻ തുടങ്ങിയ ദ്വീപുകളിലും പ്രബോധനാവശ്യാർത്ഥം സഞ്ചരിച്ചു. അല്പകാലത്തിനു ശേഷം കവരത്തിയിൽ തിരിച്ചെത്തുകയും അവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്തു. ആന്ത്രോത്ത് ദ്വീപിലെ കുലീന തറവാട്ടിൽ നിന്ന് ആയിഷ ബീവി എന്നവരെ ഷെയ്ഖ് വിവാഹം ചെയ്യുകയുണ്ടായി. ഈ ദാമ്പത്യ വല്ലരിയിൽ ഇസ്ലാമിക സമൂഹത്തിന് വലിയ ഉപകാരം ലഭിച്ച മഹാന്മാരായ സന്തതികൾ പിറന്നു. ആൺമക്കളെല്ലാവരും ദ്വീപുകളിൽ ആത്മീയ നായകത്വം വഹിച്ചവരാണ്. ഇതിൽ സയ്യിദ് അബൂ സ്വാലിഹ് എന്നവരുടെ പുത്രൻ സയ്യിദ് ഖാസിമുൽ കവരത്തി പരപ്പരങ്ങാടിയിൽ എത്തിയതു മുതൽ ഈ പരമ്പരയിലൂടെയുള്ള ജീലാനി സാദാത്തുക്കൾ കേരളത്തിലും വെളിച്ചമേക്കി തുടങ്ങി. സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ 4ാം തലമുറയിൽപ്പെട്ടവരാണ്. കാക്കകളില്ല, പ്രസവവേദനയുമില്ല. ഖാസിം വലിയുല്ലാഹിയുടെ ആത്മീയ സേവന ജീവിത വഴിയിൽ ആവശ്യമായി വന്ന ഘട്ടങ്ങളിൽ അനേകം അത്ഭുത സംഭവങ്ങൾ ഉണ്ടായതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ദ്വീപവാസികൾക്ക് മാത്രമല്ല, ഷെയ്ഖ് അവറുകളെ അറിഞ്ഞ് അവലംബിക്കുന്നവർക്കെല്ലാം ബറക്കത്തും സഹായവും ലഭിച്ചുകൊണ്ടിരുന്നു. ഇതു സംബന്ധമായ അനുഭവ വിവരണങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. കവരത്തി ദ്വീപിൽ കാക്കകളെ കാണാനാവില്ല. അതിൻ്റെ കാരണം ഇതാണ്. ഒരു ദിവസം ഷെയ്ഖ്
ഷെയ്ഖ് ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തലപ്പാവിലേക്കൊരു കാക്ക കാട്ടിക്കുകയുണ്ടായി. നിസ്കാരത്തിന് താമസമുണ്ടാകും വിധത്തിൽ നടന്ന ഇത് മഹാനവറുകൾക്ക് മനപ്രയാസമുണ്ടാക്കി. അപ്പോൾ ഈ നാട്ടിൽ ഇനി കാക്കശല്യം വേണ്ട എന്ന പ്രഖ്യാപനത്തോടെയാണ് കവരത്തിയിൽ കാക്കകൾ ഇല്ലാതായത് എന്നാണ് ചരിത്രം. ഇതിനേക്കാൾ അത്ഭുതകരമാണ് കവരത്തി ദ്വീപിൽ സ്ത്രീകൾക്ക് പ്രസവവേദന അനുഭവപ്പെടാറില്ല എന്നത്. പ്രസവവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാൻ ഇടവന്നപ്പോൾ ഇനി ഇവിടെ പ്രസവവേദന വേണ്ട എന്ന പ്രസ്താവനയാണ് ഇതിന് കാരണം. ഷെയ്ഖ് അവറുകൾ നിർദ്ദേശിച്ച ചില വലായിഫുകൾ പൂർത്തിയാക്കണമെന്ന് മാത്രം നമ്മുടെ നാടുകളിലേക്ക് കവരത്തിൽ നിന്ന് ഷെയ്ഖിൻ്റെ മക്ബറിൽ നിന്നുള്ള ബറക്കത്ത് വെള്ളം കൊണ്ടുവരികയും പ്രസവവേദന അനുഭവിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് നൽകുകയും ചെയ്യുന്നു. ധന്യമായ ജീവിതം കൊണ്ട് സമൂഹത്തിന് അത്താണിയും ആത്മീയവുമായ കരുതലും കാവലുമായ മഹാനാരായ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ഹിജറ 1140 മുഹറം 10 ചൊവ്വാഴ്ച ളുഹറിന് മുമ്പായി ഇഹലോകവാസം വെടിഞ്ഞു. ആത്മീയതയും ആശ്വാസവും പകർന്ന് ഇന്നും മഹാനവറുകൾ ജനമനസ്സുകളിൽ ജീവിക്കുന്നു. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഈ വായനയുടെ അവലംബം 2020 സെപ്റ്റംബർ 16 സുന്നി വോയിസ് ദ്വൈവാരിക. മഹാനരായ ഖാസിം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടു നേർച്ച നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസവും ആത്മീയതയും മഹൽ ഗുണങ്ങളും ലഭിക്കുന്ന മഹത്തായ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് പൂക്കോട്ടൂർ പള്ളിമുക്ക് റിഫാഴി മസ്ജിദിൽ വെച്ച് പ്രത്യേകമായി മഹാനവറുകളുടെ ആണ്ടനുസ്മരണ പരിപാടി നടക്കുകയാണ്. പൂക്കോട്ടൂർ പള്ളിമുക്കിൽ ഷെയ്ഖ് റിഫാഴി റളിയല്ലാഹു അൻഹു ഹിജറ 1160 യമനിലെ ഹളർമൗത്തിൽ നിന്നും ദീനി പ്രബോധനത്തിന് കേരളത്തിലെത്തിയ സയ്യിദ് മഹ്മൂദ് ബാ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മകൻ സയ്യിദ് ഹാഷിം ബാ ഹസൻ റളിയല്ലാഹു അൻഹുവിടെ പുത്രനും 1.5 നൂറ്റാണ്ടിന് മുമ്പ് ദീനി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പൂക്കോട്ടൂർ വലിയ ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് വശമുള്ള മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന സയ്യിദ് അഹമ്മദ് റിഫാഴി ബാ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നാമധേയത്തിലുള്ള പൂക്കോട്ടൂർ പള്ളിമുക്ക് റിഫാഴി മസ്ജിദിൽ വെച്ച് മഹത്തായ പരിപാടി നടക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളെയൊക്കെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ധാരാളം സാദാത്തുക്കൾ സംബന്ധിക്കുന്നുണ്ട്. അതോടൊപ്പം കേരളത്തിൽ അറിയപ്പെട്ട മഹാനരായ ആത്മീയാചാര്യനും പ്രഭാഷകനുമായ അലി ബാക്കവി ആറ്റുപുറം ഉസ്താദ് അവറുകൾ മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകുകയാണ്. മൗലീദ് പാരായണവും അനുസ്മരണവും തബറക്ക് വിതരണവും പ്രാർത്ഥനാ മജ്ലിസും നടക്കുന്നു. നിങ്ങളെ എല്ലാവരെയും നാളെ ആ മഹത്തായ പരിപാടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുകയും അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.